നമസ്കാരമുണ്ട്. ഇത് സ്വന്തം അമ്മായച്ചൻ മരുമകളെ കളിച്ച സംഭവമാണ്. കാരണം കാരണം വെച്ചാൽ ഇത് എൻ്റെ ചെവിയിൽ എത്ര ഞങ്ങൾ സുഹൃത്തുക്കളാണ്. ഈ മനുഷ്യൻ ഇയാൾ റിട്ടയർഡ് പട്ടാളക്കാരാണ്, എക്സർവീസ്മാനാണ്. നല്ല ഉരുക്ക് പോലത്തെ ശരീരം. അയാളുടെ പ്രായമൊന്നും ഒരിക്കലും നമുക്ക് അളക്കാൻ കഴിയില്ല. അത്ര യൂത്തിൻ്റെ ബോഡിയാണ്. മകൻ കല്യാണം കഴിച്ച പെണ്ണുണ്ട് വീട്ടിൽ. മകൻ ഗൾഫിലാണ് കാലങ്ങളായിട്ട്. അവന് ദുബായ് അവിടെ അങ്ങോട്ട് പിടിച്ചു പോയി. അവൻ ബെഡ്റൂമിൽ പരാജയമാണ്. അത് പേടിച്ചിട്ടായി അവൻ ഇങ്ങോട്ട് വരാത്തതെന്ന് തോന്നുന്നു. മരുമകളാണെങ്കിലോ ഒരു ശാലീന സുന്ദരി. അതായത് വലിയ ഫാഷനബിളായിട്ടുള്ള ഡ്രസ്സൊന്നും ഇടില്ല. വീട്ടിൽ സാരി, മുടി നല്ലോണം ചന്തീൻ്റെ ഉടം വരെ ഉണ്ട്. അത്യാവശ്യം ഹൈറ്റ്, നല്ല വിടർന്ന ചുണ്ടുകൾ, നല്ല കണ്ണ്. ഒരു നാടൻ പെൺകുട്ടി, ഒരു അടക്കം ഒതുക്കം ഒക്കെ ഉള്ളത്. പിന്നെയുള്ള അമ്മായിമ്മ കിടപ്പിലായിട്ട് കുറേ വിസർജനമൊക്കെ ബെഡിലാണ്. ഇതൊക്കെ ഈ മനുഷ്യനാണ് ചെയ്യൽ. മരുമകളെ കൊണ്ടൊന്നും അതൊന്നും ചെയ്യിക്കില്ല. എല്ലാം അയാൾ ചെയ്യും. അവരെ കുളിപ്പിക്കും, പൊന്നുപോലെ നോക്കും. അങ്ങനെ കുറേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ മരണപ്പെട്ടു. അത് കഴിഞ്ഞ് ഒരാഴ്ചയെന്ന് ഇയാൾ മിണ്ടാട്ടില്ല. ഇയാൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഇപ്പം മരുമകൾ ഇയാളെ വാച്ച് ചെയ്യും. ഇതൊരു നല്ല മനുഷ്യനാണ് അച്ഛൻ. അങ്ങനെ പിന്നെ ഇയാളുടെ മൂഡ് വിട്ടൊക്കെ മാറി വരുന്നുണ്ട്. അങ്ങനെ പിന്നെ ഇയാൾ വൈകുന്നേരം ഷാപ്പിൽ പോലൊക്കെ ഉണ്ട്. പോയി വരുമ്പോൾ എന്തെങ്കിലും ഇവൾക്ക് കൊണ്ടുവരും. മടിയിലുണ്ടാവും. ഇവള് കാത്തു നിൽക്കും. നല്ലൊരു സ്നേഹമുള്ള അച്ഛനാണ്. അപ്പോൾ നല്ലോണം കെയർ ചെയ്യണം. എന്താവശ്യം ഉണ്ടെങ്കിലും അയാൾ സാധിച്ചു കൊടുക്കും. പിന്നെ ഇവളോട് ചോദിക്കും, നിനക്ക് എന്തെങ്കിലും മേടിക്കാനുണ്ടോ? ഇനി എന്നോട് പറയേണ്ടത്, നിനക്ക് പ്രൈവറ്റ് എന്തെങ്കിലും സാധനം മേടിക്കാനുണ്ടെങ്കിൽ ഞാൻ ഓട്ടോറിക്ഷ വിളിക്കാം, നമുക്ക് ഒപ്പം പോവാം, ടൗണിൽ പോയി വാങ്ങാം. അതായത് വല്ല ഷഡ്ഡി ബ്രേസിയർ അങ്ങനത്തെയൊക്കെ ചിലപ്പോൾ ചന്ദനം കൊണ്ട് കൊണ്ടിരിക്കാൻ മടിയുണ്ടാവും. അപ്പോൾ ഇവള് ചിലപ്പോഴൊക്കെ അങ്ങനെ പോകലൊക്കെ ഉണ്ട്. അപ്പോഴും നല്ല ഭക്ഷണം മേടിച്ചു കൊടുക്കും, നല്ലവണ്ണം കെയർ ചെയ്യും. ഇയാൾ ആവശ്യമില്ലാത്ത ബാഡ് ടച്ച് അങ്ങനത്തെ ഒന്നുമില്ല. കുറേ ആയപ്പോൾ ഇയാൾക്ക് ഏത് മനുഷ്യനും ശുക്ലം നെറുകെ കയറില്ല. കുറേ ഒരു പരിധി വിട്ട ഒരു മനുഷ്യൻ തീവ്രമായിട്ടുള്ള ആഗ്രഹം വരും. ഇത് തീരെ കിട്ടില്ല എന്ന് പറഞ്ഞാൽ വിചാരിച്ചാൽ പിന്നെ ഇതിനോട് ആഗ്രഹം കൂടുക. ചിലപ്പോൾ ബാണമൊക്കെ അടിക്കുന്നുണ്ടെങ്കിലും സെക്സ് ചെയ്യണ സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ലല്ലോ. അങ്ങനെ ഇയാൾ പറമ്പിൽ പണിയെടുക്കും. ഒരു അണ്ടർവെയർ അതിൻ്റെ പുറത്തൊരു തോർത്താണ് കൊടുക്കുള്ളൂ. അപ്പോൾ ഇവള് ചോറും ചായയൊക്കെ കൊണ്ട് പോകും. അവിടെ ഇരുന്ന് കുടിക്കും. രണ്ടാളും കൂടി ചിലപ്പോൾ കഴിക്കുക. അങ്ങനെ നല്ല കമ്പനിയാണ് ഇവർ. പിന്നെ ഞങ്ങൾക്ക് ചെറിയൊരു അസ്കിയത തുടങ്ങി. ഇവളുടെ ഷഡ്ഡിയും ബ്രേസിയറൊക്കെ ഇടയ്ക്ക് ഇയാളെടുത്ത് മണത്ത് നോക്കും. വാഷ് ചെയ്തിട്ടതും ഉമ്മ കൊടുക്കും. അത് അയാളെയും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഈ പെണ്ണത് കണ്ണെടുക്കുകയാണ്. കാരണം ഈ ആളെ ഇവള് നല്ലോണം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇയാൾ നല്ലൊരു മനുഷ്യനാണ്. ഇവിടെ അനാവശ്യമായിട്ട് തൊടുക പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല. സഹിച്ച് ജീവിക്കണം. അയാൾക്ക് വലിയ ഏജൊന്നുമില്ല. ഭാര്യ മരിച്ച് ഭാര്യനെ സുഖമില്ലാണ്ട് കിടക്കുമ്പോൾ പൊന്നുപോലെ നോക്കി. അങ്ങനത്തെ പുരുഷന്മാരെ സ്ത്രീകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ സ്വന്തം ഭർത്താവ് അന്യനാട്ടിൽ പോയി കിടക്കുകയാണ്. ബെഡ്റൂമിലാവും ഫെയിലറാണ്. അപ്പോൾ ഇവളും ഇങ്ങനെ മാറ്റി ചിന്തിക്കാൻ തുടങ്ങി. കാരണം ഇവളുടെ ഷണ്ടിയൊക്കെ എടുത്ത് മണക്കണ കണ്ടല്ലോ. അങ്ങനെ ഒരു ദിവസം പണിസ്ഥലത്ത് ഇവള് പറമ്പ് ഇവരുടെ വീടിൻ്റെ അവിടെ അനുബന്ധിച്ച് തന്നെ, പക്ഷെ വലിയ പറമ്പാണ്. അവിടെ ചോറ് കൊണ്ടുപോയി. ചോറ് കഴിച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു വേനൽ മഴ, പ്രതീക്ഷിക്കാത്തൊരു മഴ. അവിടെ ഒരു മോട്ടറിൻ്റെ ഷെഡുണ്ട്. അങ്ങോട്ട് പോയി രണ്ടാളും. അവിടെ കയറി മഴ ഇങ്ങനെ ശക്തി കൂടുന്നതനുസരിച്ച് ഇവർ ഉള്ളിലേക്ക് കയറി. പിന്നെ ഷെഡ് തുറന്ന് ഉള്ളിൽ കയറി. അവിടെ കുറേ ചാക്കും സാധനങ്ങളൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവൾക്ക് ഇടിവെട്ടുന്ന പേടിയാണ്. ഇവള് ശക്തിയിൽ ഇടിവെട്ടിയപ്പോൾ അച്ഛനോട് ചേർന്ന് നിന്നു. അച്ഛന് ഈ പെണ്ണിനെ കെട്ടിപ്പിടിച്ച് ചുണ്ടിലും കൊടുത്ത് ഉറക്കനെ കെട്ടിപ്പിടിച്ച്. അതിൽ പെട്ടെന്ന് ഞങ്ങൾക്ക് കുറ്റബോധം. അയാൾ പറഞ്ഞു, ക്ഷമിക്കണം മോളെ, അറിയാണ്ട് പറ്റിപ്പോയതാ എന്നൊക്കെ പറഞ്ഞ് ഇയാൾ കരയാൻ പോവുക. അപ്പോൾ പുള്ളി പറഞ്ഞ്, സാരല്ല അച്ഛോ, എത്ര കാലമായി അച്ഛൻ ഇങ്ങനെ ജീവിക്കണം, ഞാനാരോടും പറയില്ല, അച്ഛൻ്റെ ഒരു ആഗ്രഹമല്ലേ.
കുഴപ്പമില്ല. അങ്ങനെ പിന്നെ ഇയാൾ വീണ്ടും കെട്ടിപ്പിടിച്ച് സാഹചര്യമാണ് അവിടെ. ആ വില്ലനല്ല സപ്പോർട്ട്. നല്ല മഴ, അപ്പോൾ ഒരു വൈബ് വേറെ. അങ്ങനെ ഇവർ നേരെ ഉള്ളിൽ കയറിയിട്ട് ഇവിടെ ആ ചാക്ക് അരക്ക് ഉയരത്തിൽ ചാക്ക് അട്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഇവിടെ ഇരുത്തി ചാരി കിടത്തി. അതിനു മുമ്പ് മുലക്ക് നല്ലോണം പിടിച്ച് ഇയാൾ. പക്ഷെ ഇയാൾക്ക് ഈ സദ്യൻ്റെ ഉള്ളിൽ കൈയിടാനാണ് അയാൾക്ക് ത്രില്ല്. ഇയാൾ അതിനാണ് അവിടെ കൊണ്ട് ഇരുത്തി സാരി ഇരുത്തിയിട്ട് ഉള്ള സാരി പൊന്തിച്ച് സദ്യ കഴിച്ചെടുത്ത്. അപ്പം ഇയാൾക്ക് എന്താ ഒരു പൊന്ന് അത്ര നല്ലൊരു പെണ്ണിനെ കിട്ടിയൊക്കെയല്ലേ. ഇത് കിട്ടിയ ആജീവനാന്തമാണ്, ഫിക്സഡ് ഡിപ്പോസിറ്റാണ്. അപ്പോൾ ഇവിടെ മാക്സിമം സുഖിപ്പിക്കണം. അങ്ങനെ ഇയാൾ മുട്ടുകുത്തി നിന്ന് കണ്ട് ഇവളുടെ കന്ത് നാക്കും കൊണ്ട് ഈ സാധനത്തുമേൽ ഇങ്ങനെ നക്കൽ തുടങ്ങി. ഇവളൊക്കെയാണെങ്കിൽ നല്ല ക്ലീൻ ഷേവ്. ഇതൊക്കെ എപ്പോൾ ചെയ്യണമെന്ന് അയാൾ ചിന്തിച്ച്. ക്ലീൻ ഷേവ്, നല്ല വൃത്തിയുള്ള സാധനം. നക്കി ഒരു അരമണിക്കൂറൊക്കെ ആയപ്പോണ്ടല്ലോ സ്പ്രേ അടിച്ച് ഇയാളുടെ മുഖത്തേക്ക് കുറേ വെള്ളം ഇങ്ങനെ തെറിച്ച് ഇയാളാകെ ഞെട്ടിപ്പോയി. ഇയാളുടെ ലൈഫിൽ ആദ്യത്തെ സംഭവം. സംഗതി അങ്ങനെ ഉണ്ട്. ചില പെണ്ണുങ്ങൾ നമ്മളങ്ങനെ ചെയ്തു കൊടുക്കുമ്പോൾ ഒരു ഒറ്റ സ്പ്രേ അടിക്കല. എല്ലാവർക്കും ഇല്ല. എനിക്കങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു സെക്കൻഡ് ഉണ്ടാവില്ല, ഒരു അര സെക്കൻഡ് ഒരൊറ്റ സ്പ്രേ അടിക്കല. അത് നമ്മുടെ മുഖത്തേക്ക് എടുത്തെറിക്കും. അതെന്ത് പനിനീരാണെന്ന് അറിയില്ല. എല്ലാവർക്കും അത്. പിന്നെ ഇതൊന്നും ആരോട് ചോദിക്കാൻ പറ്റില്ല എന്താ സാധനം. നമ്മൾ വലിയ എക്സ്പെർട്ടിനെ പോലെയല്ല ചെയ്തു കൊടുക്കണം. അപ്പം ഞാൻ വിചാരിച്ചു അതൊക്കെ ഉണ്ടാവും. അങ്ങനെ സംഭവം തെറിച്ച് അതോടുകൂടി പെണ്ണിന് ചെറിയൊരു മോഹാലസ്യം പോലെ. അപ്പം അയാൾ കളിച്ചില്ല. പെണ്ണിൻ്റെ ക്ഷീണം, പെണ്ണ് അത്ര ഓർഗാസം രതിമൂർച്ചയിലെത്തിയിട്ടാണ് ആ സ്പ്രേ അടിച്ചതും ആ മയക്കവും. പിന്നെ ഇയാളുടെ സാധനം കയറ്റി അവളുടെ നല്ല മൂഡ് കളയേണ്ട വിചാരിച്ച് അയാൾ ക്ഷമയോടുകൂടി കാത്തു. അങ്ങനെ നെറ്റിയിലൊക്കെ തലവടിയപ്പോൾ അവർ എണീറ്റ്. അപ്പം മഴ മാറിയിട്ടുണ്ട് ഏകദേശം. എന്നാൽ എന്നാൽ പോകുമ്പോൾ ഇവർക്ക് സദ്യ ഒന്നും ഇടാൻ വയ്യ. അതിൽ പറഞ്ഞു അത് ഇടണ്ട, ഞാൻ എടുത്തോളാം അറിയാം. അത് ഇയാൾ കുമ്പിട്ട് നിലത്തുനിന്ന് എടുത്ത് കൈ പിടിച്ച് രണ്ടാളും ഒപ്പം പോയി, വീട്ടിൽ പോയി. പിന്നെ അയാൾക്ക് ഷാപ്പിൽ പോകാനൊന്നും താല്പര്യമില്ല. രാത്രി ആയപ്പോൾ ഇവള് കുളിച്ച് ഒരുങ്ങി. അന്ന് കളിക്കുമെന്ന് ഉറപ്പല്ലേ. അന്ന് തുടങ്ങി ഇവരൊരു മുറിയിലാണ് കിടക്കണേ. എപ്പോഴേലും ഹസ്ബൻഡ് വരുമ്പോൾ സെപ്പറേറ്റ് പോയി കിടക്കും. അച്ഛൻ്റെ ഒപ്പം അച്ഛൻ നല്ലോണം അടിച്ചു കൊടുക്കും. ഇതിൻ്റെ മകൻ്റെ ഇരട്ടി ഉണ്ട് ഇയാളുടെ സാധനത്തിൻ്റെ വലിപ്പം. ഇയാളുടെ അടുത്ത് വന്ന സദ്യ മാത്രമായിട്ട് കിടക്കാൻ പോലെ അങ്ങനെയൊക്കെയാണ്. സാരിയൊക്കെ അയാൾ അഴിച്ച് മാറ്റും. ഇവിടെ സദ്യയും ബ്രേസിയർ മാത്രം. എന്നിട്ട് പിന്നെ ബ്രാ അഴിച്ചിട്ട് അതൊക്കെ കുടിച്ച് ഇങ്ങനെ കിടക്കും, കുട്ടികളെ പോലെ. ഇതൊക്കെ ഇങ്ങനെ രഹസ്യമായിട്ട് പോയിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ഇവൾക്ക് മെൻസസ് തെറ്റി. അങ്ങനെയാണ് ഇദ്ദേഹം എൻ്റെ അടുത്ത് വരണത്. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പം എന്നോട് എന്താ പറയുക, ഞങ്ങൾ തമ്മിൽ ഭയങ്കര കമ്പനിയാണ്. എന്നിലൊക്കെ ഒരുപാട് സീനിയറാണ് അദ്ദേഹം. ഇതിൽ ഗുളിക വാങ്ങണം അങ്ങനത്തെ ഒരു ഐഡിയ ഒക്കെയാണ് പറഞ്ഞത്. ഞാൻ ഗുളികയൊക്കെ കൊണ്ടുവന്ന് കൊടുത്ത് ഏതായാലും ശരിയായി. അപ്പം ഞാൻ ചോദിച്ചു നിങ്ങളപ്പം എങ്ങനെയാണ് ഇത് ചെയ്യല്? അപ്പം മെൻസസിൻ്റെ ഡേറ്റ് നോക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ വരുമ്പോൾ പുറത്തേക്ക് ഊരിയെടുക്കും. ഞാൻ ചോദിച്ചു ഞാൻ സാറേന്നും വിളിക്കും, ചിലപ്പോൾ ചേട്ടാന്നും വിളിക്കും. നിങ്ങൾ ഗവൺമെൻറ് ആശുപത്രി പോയാൽ മതി, അവിടെ കോപ്പറേറ്റീവ് എന്ന് പറയുന്ന സാധനം ഇട്ട് വരും. അത് ഇട്ട് കഴിഞ്ഞാൽ എത്ര അടിച്ച് വെള്ളം അതിൽ ഒഴിച്ചാലും ഒരു ഗർഭം ഒരു തേങ്ങ ഉണ്ടാവില്ല. നിരോധി ഇടുന്ന പോലെയല്ല, ഇതിൻ്റെ ഒരു നൂല് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുള്ളൂ. നമ്മുടെ പരിപാടിക്ക് ഒരു തടസ്സം ഉണ്ടാവില്ല. സുഖമായിട്ട് കളിക്കുക, മതി മറന്ന് കളിക്കുക. എത്ര പ്രാവശ്യം കളിച്ചാലും ഗർഭമാകും എന്നുള്ള പേടി വേണ്ട. അപ്പോൾ അതിന് പൈസ എത്രയാവും ചോദിച്ചു. അതിന് പൈസയൊന്നും വേണ്ട. ഇനിയിപ്പം ഇവിടെ തന്നെ ഗവൺമെൻറ് ആശുപത്രി പോകാൻ മടിയാണെങ്കിൽ അടുത്ത പഞ്ചായത്തേക്ക് പോയിക്കോ, ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ മതി. അവിടെ അത് ചെയ്തു തന്നാൽ അവർക്ക് ഇതാണ്. അവിടുത്തെ സ്റ്റാഫ് നേഴ്സുമാർക്ക് ഇത്ര പേർക്ക് കോപ്പറേറ്റ് കിട്ടുമെന്ന് പറഞ്ഞാൽ അവർക്കതൊരു സർവീസിനൊരു ഇതാണ്.
ഇത്ര പേരെ ചെയ്തു കൊടുത്തെന്നുള്ളത്. അതിനെന്തോ ഒരു ചെറിയ അലവൻസും ഉണ്ട് ഈ കോപ്പർട്ടി ഇടാൻ പോണ പെണ്ണുങ്ങൾക്ക്. അതൊക്കെ ഞാൻ കേട്ടറിവുണ്ട്. അങ്ങനെ പെണ്ണിനെ കൊണ്ടുപോയി കോപ്പർട്ടി ഇടിച്ച് എന്തായാലും കുഴപ്പമുണ്ടായ ആ പഞ്ചായത്തിൽ ആകാശമൊന്നും ഇടിച്ച് വീണിട്ടില്ല. പക്ഷെ എൻ്റെ ചവിട്ടി കേട്ട രഹസ്യം അത് രഹസ്യം തന്നെ ആയിരിക്കും. അത് ഞാൻ ഒറ്റ കുട്ടീനോടും പറയുമില്ല. ഞാനും അയാളും കൂടി തെറ്റിയാൽ പോലും ഈ കാര്യം പറയില്ല. ആ പെണ്ണിനെ ആ കണ്ണും കൊണ്ട് ഞാൻ കണ്ടിട്ടില്ല. കാരണം ഇതൊക്കെ നാച്ചുറലാണ്, മനുഷ്യൻ്റെ ആവശ്യങ്ങളാണിത്. അയ്യോ അവിഹിതം സദാചാരം പോയി. ഒരാൾക്കും ഒരു ശല്യമില്ലാണ്ട് ഇവർ രണ്ടാളും പണിയെടുക്കേണ്ട സന്തോഷമായിട്ട് കളിച്ച് ആർമാദിച്ച് അവർ ജീവിക്കണം. ഇതിൽ വഞ്ചന ചതി അങ്ങനെയൊന്നുമില്ല. വഞ്ചന ചതിയൊക്കെ ഉണ്ടെങ്കിൽ ഇവന് ബെഡ്റൂമിൽ കളിക്കാൻ ശരിക്കും പറ്റണില്ലല്ലോ. ഇവൻ ദുബായി പോയിട്ട് അവനവിടെ ഊക്കുണ്ടാവൂലേ, അവനവിടെ ഡീസൻ്റായിട്ട് നിൽക്കണ. ഇതിൻ്റെ ഒന്ന് സാമാനത്തിൻ്റെ ഒന്ന് താക്കോല ആരുടെയും കയ്യിലല്ലോ. ചൂസ് വെൽ. അതിനൊരു തെറ്റും ഞാൻ നോക്കിയിട്ട് കാണില്ല. അവിഹിതം എന്ന് പറയുന്ന സാധനമില്ല, ഒക്കെ വിഹിതം തന്നെ. അപ്പോൾ നമസ്കാരം.